ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഇതിനാകെ വേണ്ടത് കുറച്ച് ഫാബ്രിക്സ് മാത്രമാണ്. കുട്ടികൾക്കൊക്കെ ഹെയറിൽ കെട്ടിക്കൊടുക്കാൻ ഭയങ്കര ഭംഗിയായിരിക്കും. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 6 ഇഞ്ച് സൈസിൽ 4 സ്ക്വയർ പീസസ് ആണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൽ 2 സ്ക്വയർ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാനും ബാക്കി 2 സർക്കിൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യത്തെ ഫാബ്രിക്സ് ഞാൻ എടുത്തു. ഇതേപോലെ 2 സൈഡിലോട്ടും നമ്മൾ ഫോൾഡ് ചെയ്തു. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു കേർവ് ലൈൻ 2 എൻഡിൽ നിന്നും വരച്ചു കൊടുക്കണം. നമ്മൾ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സർക്കിൾ ഷേപ്പ് കിട്ടും. അപ്പോൾ സർക്കിൾ ഷേപ്പിലുള്ള 2 ഫാബ്രിക്സും സ്ക്വയർ ഷേപ്പിലുള്ള 2 ഫാബ്രിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശവും നമ്മൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ബാക്കി പോർഷൻ എല്ലാം ചുറ്റി സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ ഇതേപോലെ സർക്കിൾ ഷേപ്പ് ഇതേപോലെ എഡ്ജ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്നത് നോച്ചസ് കൊടുക്കാനാണ്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബാക്കി സീം അലവൻസിലെല്ലാം നമ്മൾ ഇതേപോലെ നോച്ചസ് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് സർക്കിൾ ഷേപ്പ് കിട്ടി. ഇനി ഈ പോർഷൻ നമ്മൾ ഫാബ്രിക്സ് അകത്തോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ഫാബ്രിക്സും നമ്മൾ ചുറ്റി സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമ്മൾ കുറച്ച് സ്പേസ് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ഫാബ്രിക്സ് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. ആ സ്പേസ് ഒഴിച്ചിട്ട് വേണം ബാക്കി പോർഷൻ എല്ലാം ഇതേപോലെ തന്നെ ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്ക്വയർ ഷേപ്പിൻ്റെ ഓരോ എഡ്ജിലും നമ്മൾ ഇതേപോലെ നോച്ചസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഫാബ്രിക്സ് തിരിച്ചിടുക. തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ കുറച്ച് പോർഷൻസ് വിട്ടായിരുന്നല്ലോ, അത് ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ 2 ഷേപ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സർക്കിൾ ഷേപ്പിലുള്ള ഫാബ്രിക് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഫാബ്രിക്കിന് പുറത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഡയഗണലി ഇതേപോലെ കുഞ്ഞി ഫോൾസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ത്രെഡ് എല്ലാം വെച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഒരു മോട്ടീഫ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ത്രെഡ് ഇട്ട് ചുറ്റിയ ഭാഗം കാണാണ്ടിരിക്കാനായിട്ട് ഞാനൊരു സ്ട്രാപ്പ് എടുക്കുകയാണ്. ഒരു 1 ഇഞ്ച് സൈസിലുള്ള ഒരു ഫാബ്രിക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 2 സൈഡിലോട്ടും നമ്മൾ ഫോൾഡ് ചെയ്തിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. അതായത് നമ്മളത് ചുറ്റി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പാകത്തിനെടുത്താൽ മതിയാകും. ഇനി നമ്മളൊരു ബാൻഡ് എടുക്കുക. നമ്മുടെ വീടുകളിലെല്ലാം അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ബാൻഡ് എടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷേപ്പിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇതേപോലെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ആ ബാൻഡ് നമ്മൾ ഒട്ടിക്കുക. ഭയങ്കര സിമ്പിളായിട്ടൊരു കാര്യമാണ്. ഇതൊന്നും നമുക്കിനി കടയിൽ പോയി വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് ഭംഗിയുള്ള എന്തെങ്കിലും ഫാബ്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെയുള്ള DIYs ഒക്കെ ചെയ്യാവുന്നതാണ്. സോ ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത സ്ട്രാപ്പ് അതിന് പുറത്തുകൂടി കവർ ചെയ്തിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ ബാൻഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഹെയറിലൊക്കെ കെട്ടിക്കൊടുക്കാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തന്നെ കട്ട് പീസസ് ഒത്തിരി കാണുമല്ലോ. അതെല്ലാം വെച്ച് നമുക്ക് ഇതേപോലെ ഒരു ബാൻഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാച്ചിങ് ആയിട്ട് പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. See you on my next video.